ഇന്ത്യയിൽ വർഷം തോറും ശരാശരി 7 ലക്ഷം പേരാണ് ക്യാൻസർ ബാധിച്ച് മരണമടയുന്നത്. ഓരോ വർഷവും 10 ലക്ഷത്തോളം പുതിയ ക്യാൻസർ രോഗികൾ ഉള്ളതായി കണ്ടുപിടിക്കപ്പെടുന്നു. സ്ത്രീ പുരുഷ ശതമാനത്തിന് കണക്കെടുക്കുകയാണെങ്കിൽ 20-ൽ 11 പേരും സ്ത്രീകളാണ് ക്യാൻസർ രോഗികളാവുന്നത്. സ്ത്രീകളുടെ ക്യാൻസർ രോഗത്തിൽ ഏതാണ്ട് 25% അവരുടെ സ്ഥാനാർബുദം. ക്യാൻസർ ഇന്നൊരു മാരക രോഗമൊന്നുമല്ല. സ്ഥാനാർബുദത്തെക്കുറിച്ചും അവയുടെ ചികിത്സയെക്കുറിച്ചുമുള്ള വിവരങ്ങളാണ് സ്റ്റെതസ്കോപ്പിലൂടെ നാം ഇന്ന് കാണുന്നത്. നമസ്കാരം. സ്റ്റെതസ്കോപ്പിൽ ഇന്ന് സ്ഥാനാർബുദത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കേരളത്തിലെ തന്നെ പ്രശസ്തനായ ഓങ്കോളജിസ്റ്റ്, ഇവിടുത്തെ ഓങ്കോളജി വിഭാഗത്തിൻ്റെ തലവൻ കൂടിയായ ഡോക്ടർ നാരായണൻകുട്ടി വാര്യർ. നമസ്കാരം സാർ. സാർ, സ്ഥാനാർബുദം എന്ന് ഒരു പരിധി വരെ അർബുദങ്ങളിൽ ഏറ്റവും നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു അർബുദമാണ്. അതിൽ തന്നെ ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് അറിവില്ലായ്മകളുണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ ജീവിത ആകപ്പാടെ തകർന്നു പോയി എന്നുള്ള തെറ്റിദ്ധാരണകൾ. പക്ഷേ എന്നിരിക്കലും ഇപ്പോൾ ആളുകൾ കൂടുതൽ മനസ്സിലാക്കി തുടങ്ങി കൃത്യമായ ചികിത്സ എടുത്താൽ പൂർണ്ണമായി ഭേദമാക്കാവുന്ന അസുഖം മാത്രമാണ് സ്ഥാനാർബുദം എന്നുള്ളത്. സ്ഥാനാർബുദം ഉണ്ടാവാനുള്ള കാരണങ്ങളെക്കുറിച്ച് തന്നെ ഒന്ന് പറഞ്ഞു തുടങ്ങാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ പറഞ്ഞ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, ഇപ്പോൾ ആളുകൾക്ക് അതിനെപ്പറ്റിയുള്ള പേടി കുറഞ്ഞു വരുന്നു. കാരണം ഒരു 8 പേരിൽ ഒരാൾക്ക് ഈ അസുഖം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇപ്പോൾ വളരെ കോമൺ ആയിട്ടുള്ള ഒരു അസുഖമാകുമ്പോൾ നമ്മൾ അതിനെപ്പറ്റിയിട്ടുള്ള പേടിയും ഭയമൊക്കെ അങ്ങോട്ടേക്ക് മാറുമല്ലോ. അപ്പോൾ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഇത് വളരെയധികം ഏകദേശം 200 മുതൽ 300 മടങ്ങ് വരെ വർദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇതിൽ ആർക്കും അതിൻ്റെ അകത്ത് നിന്ന് വിട്ടുനിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാവാൻ സാധ്യതയുണ്ട്. ഇപ്പം നമ്മുടെ പ്രത്യേക ലൈഫ് സ്റ്റൈലും ഇതൊക്കെ കൂടി വരുമ്പോഴേക്കും അത് ഒരു സാധാരണ അസുഖം മാതിരി എല്ലാവരും ഒരു കാലഘട്ടത്തിൽ ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു സിറ്റുവേഷൻ വന്നേക്കാം. കാരണങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റു കാരണങ്ങൾ പ്രധാനമായും ജീവിത രീതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ജീവിത രീതിയിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത് അവരുടെ ഒരു പക്ഷേ അവരുടെ പ്രത്യേകിച്ചിട്ട് അവരുടെ റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള മാസം വരെ തുടങ്ങി അവസാനിക്കുന്ന വരെയുള്ള പീരിയഡിൽ ഉണ്ടാകുന്ന ഹോർമോണൽ വ്യതിയാനങ്ങൾ കൊണ്ടുണ്ടാകുന്ന അസുഖമാണ് ഈ സ്ഥാനാർബുദം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പീരിയഡിൽ ഉണ്ടാകുന്ന ഹോർമോണൽ വ്യതിയാനങ്ങൾ വല്ലാതെ വ്യത്യാസം വരുന്നത് കൊണ്ട് കേരളത്തിൽ എല്ലാ സ്ത്രീകളിൽ ഇതിപ്പോൾ വളരെ കൂടുതലായിട്ട് കാണുന്നു. അപ്പോൾ അതിന് കാരണം എന്ന് പറയുന്നത് ഈ ഹോർമോണൽ വ്യതിയാനങ്ങൾ വളരെയധികം വർദ്ധിച്ചുകൊണ്ടാണ്. ഒന്നും കൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കാലത്തോളം ഈ ഹോർമോണൽ വ്യതിയാനങ്ങൾ സ്ത്രീയുടെ ശരീരത്തിലുണ്ടാകുന്നു അത്രയധികം റിസ്ക് കൂടുന്നു എന്നാണ്. പിന്നെ ശാരീരികമായ മറ്റ് ഒബീസിറ്റി, പൊണ്ണത്തടി പോലുള്ള വലിയ കാര്യം. ഈ ഒരു ഒറ്റ വാക്കിൽ എന്തുകൊണ്ടുണ്ടാവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം മാനസിക സംഘർഷം, കുറഞ്ഞ വ്യായാമം, സമം ക്യാൻസർ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പറയാം. ഡോക്ടറെ, എത്രത്തോളം പാരമ്പര്യം ഇതിനൊരു ഘടകമാണ്? ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് പാരമ്പര്യം പക്ഷേ ഒരു 1% അത്രയേ ഉള്ളൂ, 1%. ഈ സ്ഥാനാർബുദം വന്നു തുടങ്ങുന്ന പ്രാരംഭദശയിൽ തന്നെ തിരിച്ചറിയാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ ഫലം വളരെ കൂടുതലാണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എങ്ങനെയാണ് ഡോക്ടർ നമ്മൾ ഒരാൾക്ക് പ്രത്യേകിച്ച് സ്വയം തന്നെ തിരിച്ചറിയാവുന്നതേ ഉള്ളൂ അല്ലേ? എങ്ങനെയാണിതൊന്ന് പരിശോധിച്ചറിയാവുന്നത്? ഒരു 20 വയസ്സിന് മേലുള്ള എല്ലാ സ്ത്രീകളും ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മൾ സ്വന്തം ശരീരത്തെ പറ്റി നമുക്കൊരു ബോധം ഉണ്ടാവുകയും നമ്മൾ സ്ഥലം പരിശോധന 20 വയസ്സിൽ തന്നെ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് വരുന്ന ചെറിയ ചേഞ്ചസ് പോലും നമുക്കറിയാൻ പറ്റും. ഈ ചേഞ്ചസുകൾ നമ്മൾ കാണുകയാണെങ്കിൽ ഉടനെ പരിശോധനയ്ക്ക് നമ്മൾ വിധേയരാകുക. അതാണ്. അപ്പോൾ ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ മടങ്ങി വരികയാണെങ്കിൽ എങ്ങനെ നമുക്കിത് നേരത്തെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് വേണ്ടുന്നത് ഇതിനെ പറ്റിയുള്ള ഒരു ബോധമാണ്. അതായത്
സ്ഥാനത്തിലുണ്ടാകുന്ന എന്ത് മാറ്റങ്ങളും നമ്മൾക്കത് വളരെ നമ്മൾ സീരിയസോടുകൂടി നോക്കുകയും അത് ക്യാൻസർ അല്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യാറുണ്ട്. പണ്ട് കാലങ്ങളിൽ നമ്മളെല്ലാം പറഞ്ഞിരുന്നു മുഴ വേദനയുണ്ടെങ്കിൽ അതിൽ അപകടമില്ല, അല്ലെങ്കിൽ ഓടിക്കളിക്കുന്ന മുഴകൾ പ്രശ്നക്കാരല്ല, അങ്ങനെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ കാലത്ത് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു മുഴയുണ്ടെങ്കിൽ അത് അതിൻ്റെ അകത്തൊരു കുത്തിപ്പരിശോധന നടത്തി അത് ക്യാൻസർ അല്ല എന്ന് ഉറപ്പ് വരുത്തുക. അത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഈ മാമോഗ്രാം ഒരുവിധം എല്ലാ തരത്തിലുള്ള ട്യൂമറുകളും നേരത്തെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. മാമോഗ്രാം നിർബന്ധിത പരിശോധനയായിട്ട് അല്ല, മാമോഗ്രാം എന്ന് പറയുന്നത് ഒരു ബ്രസ്റ്റിൻ്റെ ഒരു എക്സ്റേ. ഇപ്പോൾ നമ്മളിപ്പോൾ കൈ പൊട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കൈയുടെ ഒരു എക്സ്റേ എടുത്താൽ നമുക്ക് അതിനെ പറ്റിയിട്ട് അറിയാൻ പറ്റും. അതേമാതിരി നമ്മളൊരു സ്ഥലത്തിലുണ്ടാകുന്ന എല്ലാ ട്യൂമറുകളും നേരത്തെ എനിക്ക് തോന്നുന്നു പല രാജ്യങ്ങളിലും മാമോഗ്രാം നിർബന്ധിതമായിട്ട് ഒരു പ്രത്യേക പ്രായപരിധിക്ക് ശേഷം ചെയ്യുന്നുണ്ടെന്ന്. അതെ, അത് ചില ഇതിൽ ഇപ്പം നമുക്കിപ്പം റേഷൻ അരി വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാമോഗ്രാം ചെയ്ത് വന്നാലേ റേഷൻ അരി കിട്ടുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നാൽ എല്ലാവരും ചെയ്യും. ഡോക്ടർ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് തന്നെ കുത്തിയെടുത്ത് പരിശോധിക്കുക എന്ന് പറയുന്നത്, അത്തരം പരിശോധനകളിലേക്ക് അതല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റ് ഉപകരണങ്ങൾ കൊണ്ടുള്ള മറ്റ് സ്കാനിങ് പോലത്തതോ അതല്ലെങ്കിൽ ആസ്പിറേഷൻ സൈറ്റോളജി പോലെയുള്ള അത്തരം പരിശോധനകളെക്കുറിച്ച് കൂടുതൽ പറയാമോ? മുഴ വരികയോ അല്ലെങ്കിൽ ഒരു തടിപ്പ് മാറ്റി തോന്നുകയോ അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ, നമുക്കൊരു അബ്നോർമൽ ഏരിയമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നിന്ന് നമുക്കൊരു സൂചി കൊണ്ടൊരു പരിശോധന ചെയ്യുകയാണ്. ആ സൂചി കൊണ്ട് പരിശോധിക്കുന്നതിന് ഫൈൻ നീഡിൽ ആസ്പിറേഷൻ ബയോപ്സി, ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി എന്ന് പറയും. അതായത് FNA എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സൂചി കൊണ്ട് നമ്മളൊരു കുറച്ച് കുത്തി നമ്മൾ കുറച്ച് സെല്ലുകൾ മാത്രം ആസ്പിറേറ്റ് ചെയ്ത് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കുന്ന വളരെ ലഘുവായിട്ടുള്ള ഒരു പരിശോധനയാണ് ഇത്. പക്ഷേ ഇതിൻ്റെ ആക്യുറസി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. നമുക്കൊരു 90-95% നമുക്ക് കൃത്യമായിട്ട് രോഗനിർണയം ഇതിനെക്കൊണ്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ ഇത്തരം രോഗികൾക്ക് ഉണ്ടാവുന്ന രോഗലക്ഷണങ്ങൾ, അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അത് എന്തൊക്കെ തരത്തിലുള്ള സിംറ്റംസാണ് ഉണ്ടാക്കുന്നത്? ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സിംറ്റം എന്ന് പറയുന്നത് മുഴ തന്നെ. രണ്ടാമത്തെ സിംറ്റം എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ബ്രസ്റ്റ് സ്ഥാനത്തു നിന്ന് വരുന്ന നീരൊലിപ്പോ അല്ലെങ്കിൽ കക്ഷത്തിൻ്റെ ഉള്ളിലുള്ള കക്ഷത്തിലുള്ള കഴലകളുടെ വലിപ്പമോ ആവാം, സ്ഥാനത്തിൻ്റെ വലിപ്പത്തിലുള്ള വ്യത്യാസമാവാം, സ്ഥാനത്തിലുള്ള ചെറിയ മാറ്റങ്ങളാവാം, സ്ഥാനത്തിൻ്റെ നിപ്പിള് ഉള്ളിലേക്ക് വലിഞ്ഞ് റിട്രാക്ട് ചെയ്തിട്ടുള്ള അങ്ങനത്തെ സിറ്റുവേഷൻ വരാം. ഇനി അതുമല്ലെങ്കിൽ ഈ ഓറഞ്ചിൻ്റെയൊക്കെ തൊലി പോലെയുള്ള അതുപോലുള്ള എപ്പിയറൻസ് ഈ സ്ഥാനത്തിൻ്റെ അങ്ങനെയും വരാം. സ്ഥിരീകരിക്കപ്പെട്ട സ്ഥാനാർബുദം പിന്നീട് ചികിത്സിക്കുകയാണെങ്കിലോ അല്ലെങ്കിലോ ഏതൊക്കെ തരത്തിലാണ് ഇത് പുരോഗമിക്കുന്നത് മുന്നോട്ട്? അതിൻ്റെ ഒരു വളർച്ച എങ്ങനെയായിരിക്കും? ഇപ്പം ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പം അസുഖം ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അസുഖത്തിൻ്റെ ഒരു നാച്ചുറൽ ഹിസ്റ്ററി എങ്ങനെയായിരിക്കും അല്ലേ? മാറിൽ തന്നെ ഒതുങ്ങി നിന്നിട്ട് ചിലപ്പം കുറച്ച് കാലം അത് മാറിൽ തന്നെ ഒതുങ്ങി നിൽക്കാം. പിന്നീട് അത് അവിടെ നിന്ന് കക്ഷത്തിലുള്ള കഴലകളിലേക്ക് വ്യാപിക്കാം, അല്ലെങ്കിൽ കക്ഷത്തിൻ്റെ കഴലകളിൽ നിന്ന് അത് ചിലപ്പോൾ കഴുത്തിൻ്റെ അവിടെയുള്ള കഴലകളിലേക്ക് വരാം. അത് കഴിഞ്ഞാൽ നെഞ്ഞിൻ്റെ ഉള്ളിലുള്ള കഴലകളിലേക്കോ അല്ലെങ്കിൽ മറ്റു ദൂരെയുള്ള അവയവങ്ങളായ ലിവറിലേക്കോ ശ്വാസകോശങ്ങളിലേക്കോ എല്ലിലേക്കോ അല്ലെങ്കിൽ ബ്രെയിനിലേക്കോ ഒക്കെ പോവാം. അപ്പോൾ അതൊക്കെ അങ്ങനെ അതിൻ്റെ ഓരോ പീരീഡിനനുസരിച്ച് പലപ്പോഴും നമ്മൾ കാണുന്നത് ഇങ്ങനെ സംഭവിക്കുന്ന പലപ്പോഴും നമ്മൾ മറ്റുള്ള തരത്തിലുള്ള ചികിത്സകൾ തേടി പോകുന്നതും അങ്ങനെയുള്ളവരൊക്കെയാണ് കാണുന്നത്. ഡോക്ടർ ഇങ്ങനെ ഒരു കൃത്യമായ ഡയഗ്നോസിസിലെത്തിയതിന് ശേഷം ഇതിൻ്റെ ചികിത്സ തീരുമാനിക്കുന്നത് എനിക്ക് തോന്നുന്നു പലപ്പോഴും ഇതൊരു ടീം വർക്കാണല്ലേ? പിന്നെ എങ്ങനെയാണത്? എന്താണ് ഇതിൻ്റെ പിന്നിൽ? എങ്ങനെയാണ് ഈ ടീം ഒരു തീരുമാനത്തിലെത്തുന്നത്? ചികിത്സ എങ്ങനെ വേണം? വിവിധ വിഭാഗത്തിൽപ്പെട്ട ഡോക്ടർമാർ കൂടിയിരുന്ന് ചർച്ച ചെയ്ത് ഒരു രോഗിയുടെ ചികിത്സ ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുന്ന കോംപ്രഹെൻസീവ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റാണ് ഇപ്പം നിലവിലുള്ളത്. ഇതിലുള്ളത് അതിൽ ഒരു ട്യൂമർ ബോർഡ് എന്ന് പറയും. ട്യൂമർ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ ശാസ്ത്ര വിഭാഗത്തിലുള്ള ഡോക്ടർമാർ കൂടി ചേർന്നിട്ട് ഉള്ള ഒരു മീറ്റിങ്ങിനാണ് ട്യൂമർ ബോർഡ് എന്ന് പറയുന്നത്. അതിൽ മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ഉണ്ടാവും, കീമോതെറാപ്പിയും മറ്റുള്ള കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഡോക്ടറായ മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ഉണ്ടാവും. അതല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുന്ന ക്യാൻസറിൻ്റെ മാത്രം ഓപ്പറേഷൻ ചെയ്യുന്ന സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ഉണ്ടാവും. അവർ കൂടാതെ റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറയുന്ന റേഡിയേഷൻ കൊടുക്കുന്ന ഡോക്ടർമാരുണ്ട്, പത്തോളജിസ്റ്റ് ഉണ്ട്,
ഈ ഇതിൻ്റെ നമ്മുടെയൊക്കെ സ്കാൻസും മറ്റുള്ളതൊക്കെ എടുക്കുന്ന റേഡിയോളജിസ്റ്റ് ഉണ്ട്. ഇതുകൂടാതെ ഫിസിയോതെറാപ്പി, മറ്റേ ബാക്കി റിഹാബിലിറ്റേഷൻ, പാലിയേഷൻ ഇതിലൊക്കെയുള്ള ഡോക്ടർമാരെ കൂടി ചേർന്ന് ഏതൊക്കെ ചികിത്സ ഏതൊക്കെ ഘട്ടങ്ങൾ ഈ രോഗിയിൽ ചെയ്യണമെന്നും അതിൽ ഏറ്റവും നല്ല റിസൾട്ട്സ് എങ്ങനെ ചെയ്താലാ കിട്ടുക എന്നുള്ളതും ശാസ്ത്രീയ പഠനങ്ങളുടെ വെളിച്ചത്തിൽ അവർ ഡിസ്കസ് ചെയ്യും. ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു രോഗിയും അവരുടെ സമൂഹവും കുടുംബം അടങ്ങുന്ന അവർ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇത്തരം രോഗികളോടുള്ള നമ്മുടെ നിലപാട് എന്തായിരിക്കണം? ഇപ്പോൾ പലരും പല രീതിയിൽ പ്രതികരിക്കാൻ ശ്രമിക്കും. അപ്പോൾ ചില ആളുകൾ പറഞ്ഞാൽ അതുവരെ രോഗിയോട് വളരെ ദേഷ്യത്തിലും മറ്റുള്ളൊക്കെ പെരുമാറിയ ആൾക്കാരൊക്കെ വളരെ സിമ്പതറ്റിക്കായിട്ട് രോഗിക്ക് അനാവശ്യമായ സിമ്പതി കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അതൊട്ടും പാടില്ല. നമ്മളിപ്പോൾ ഒരു സാധാരണമായിട്ട് തന്നെ രോഗിക്ക് ഇപ്പം വീട്ടിലത്തെ ജോലി ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ജോലി ചെയ്യാൻ സമ്മതിക്കുക, ഡോക്ടർമാരോട് ചോദിച്ചതിന് ശേഷം മാത്രം. പിന്നെ രോഗിക്ക് സാധാരണ ഈ രീതിയിലുള്ള പരിചരണങ്ങൾ മാത്രമേ ആവശ്യമുള്ളെങ്കിൽ അങ്ങനത്തെ പരിചരണം മാത്രം കൊടുത്താൽ മതി. ഒരു എക്സ്ട്രാ പരിചരണം കൊടുക്കേണ്ട ആവശ്യമില്ല. AD 548 ആദ്യമായി ഒരു ക്യാൻസർ സർജറി നടന്നതായി ചരിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. പിന്നീട് 1882 ഒരു റാഡിക്കൽ മാസ്റ്റക്ടമി അഥവാ സ്തനത്തിൻ്റെ ഒരു സർജറി നടന്നതായി വൈദ്യശാസ്ത്രത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സർജറിയും അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും നമ്മളോട് സംസാരിക്കുന്നത് കൺസൾട്ടൻറ്റ് സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ദിലീപ് ദാമോദരൻ.